അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ഇപ്പം ഫോണിൽ വന്നത്. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ആരോഗ്യ വകുപ്പിൻ്റെ. അതായത് നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടെന്ന് വെച്ചാൽ ഒരു 36, 37, 38 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ഈ ചൂട് നമുക്ക് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വിധം കഠിനമായിരിക്കുകയാണ്. അപ്പം ഈ അനൗൺസ്മെൻറ്റ് പ്രകാരം നമ്മൾ ഈ ചൂടത്ത് വെയിലത്തുനിന്ന് കയറി വന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒന്നല്ലെങ്കിൽ സോഡ നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ. പക്ഷേ ഇന്ന് ഒരുപാട് പേര് ഈ തണുത്ത വെള്ളം കുടിച്ചിട്ട് കഴുത്തിൽ ഞരമ്പ് പൊട്ടി മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ ഈ അനൗൺസ്മെൻറ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ വന്നു, ഈ ചൂടത്ത് ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ. അങ്ങനെ പ്രഷർ കൂടുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ഞരമ്പ് പൊട്ടുന്നതെന്നാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു നിഗമനം. അപ്പോൾ അവർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ചൂടത്ത് നിങ്ങൾ വെളിയിൽ യാത്ര കഴിഞ്ഞ് വരികയൊക്കെ ചെയ്യുമ്പോൾ വന്ന ഉടനെ തണുത്ത വെള്ളം കുടിക്കരുത്. അഥവാ കുടിക്കണമെങ്കിൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ തണുത്ത വെള്ളം കുടിക്കാവുള്ളൂ. വരുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്ന് കർശനമായിട്ട് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, നമുക്കറിയാവുന്നവരോടൊക്കെ പറയണം കേട്ടോ. ഈ കഴുത്തിലെ ഞരമ്പ് പൊട്ടിക്കഴിയുമ്പം ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കുട്ടികളൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ തന്നെ വീഴുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൻ്റെ രോഗികളെ കൊണ്ടുവരുന്നത്. ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ എല്ലാവരും കരുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? ഈ വോയിസ് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസാണ്. ഇത് ആരുടെയാണ്, എവിടെ നിന്നാണ് ഒന്നും ഒരു പിടുത്തമില്ല. ജനങ്ങളെ പാനിക്കാക്കുന്ന ഒരു വോയിസ്. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞരമ്പ് പൊട്ടും, സ്ട്രോക്ക് വരും എന്നുള്ള പല വ്യാജ വാർത്തകളാണിതെല്ലാം. വോയിസ് ഡോക്ടർ ഡാനിഷ് പറഞ്ഞ ചില വാക്കുകളോട് പോവാം. ഇതാണ് ആ വോയിസ് മെസ്സേജ്. ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ ആരോഗ്യ വകുപ്പിന്റെ. വെയിലത്തുനിന്ന് കയറി വന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഈ തണുത്ത വെള്ളം കുടിച്ചിട്ട് കഴുത്തിലെ ഞരമ്പ് പൊട്ടി മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷനും അതിനില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു രോഗിയെ വന്നു കഴിഞ്ഞാൽ 40-41 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ദേഹത്തുണ്ടാകുന്നത്. നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഐസ് വെള്ളം അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച നമ്മൾ ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്. നോമസലൈനാണ് IV വഴി കൊടുക്കുന്നത് ദേഹം തണുപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ രോഗിയുടെ ദേഹത്തെല്ലാം ഐസ് വയ്ക്കും, രോഗിയുടെ ദേഹത്ത് ശരിക്കും തണുത്ത വെള്ളം ഒഴിക്കും. അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമ്മൾ യൂറിനറി ബ്ലാഡറിൽ കത്തീറ്ററിട്ട് ആ വഴി ഈ ഐസ് വെള്ളം അകത്തോട്ട് കയറ്റി ടെമ്പറേച്ചർ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും ശരീരത്തിലൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആ കൂടെ സംഭവിക്കുന്നത് വയറ് ചിലപ്പോൾ ഒന്ന് അതിൻ്റെ അകത്തുള്ള വെസൽസ് ഒന്ന് ചുരുങ്ങാം. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനുഷ്യ ശരീരത്തിന് എത്ര കഠിനമായ ചൂട്, അതുപോലെ പൊള്ളൽ, തണുത്തത്, ദ്രാവക ദ്രവത്തിലുള്ളത് എല്ലാം താങ്ങാനും അതിന് പറ്റുന്ന കപ്പാസിറ്റിയാണ് മനുഷ്യ ശരീരത്തിന് ഉള്ളത്. ചില ഓപ്പറേഷനുകൾക്ക് വരെ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു വ്യാജ വോയിസ്. ഇത് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളെ പാനിക്കാക്കുകയാണ്. സത്യം അറിയാവുന്നവർ ഇതിനെതിരെ പ്രതികരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ള ചിന്താഗതി ഇല്ലാത്ത ആളുകളാണ് ഇതുപോലത്തെ വോയിസ് പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ ഇനി മുതൽ ഇതുപോലെയുള്ള വോയിസുകൾ ഷെയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് വ്യാജ വിവരങ്ങൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, ബൈ.